ഒന്ന് നിർത്താച്ചമ്മേ. വൈദേഹി ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വശീകരിച്ച് ദേവേട്ടന്റെ കൂടെ ഓടിപ്പോണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നെ കൊണ്ട് സത്യം പറ. അമ്മേ, കൈമാറ്റിക്കേ. അവൻ എന്താ പറയാൻ വന്നത്? എന്താടാ സത്യം? എന്തിനെ കുറിച്ചാ നീ പറഞ്ഞത്? എന്താ സത്യത്തിൽ നടന്നത്? അച്ഛാ, ഞാന് സത്യം പുറത്തു പറഞ്ഞ ആ നിമിഷം അച്ഛന്റെ ഹൃദയം നിലച്ചു പോകും. ജീവൻ പോയാലും നീ സത്യം പറയില്ലടാ. ആ വൈദേഹി നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ടല്ലോ. പറയടാ, എന്താണ്ടായത്? എന്താ സത്യം? എടാ, അങ്ങനെ വല്ല ഉണ്ടായിട്ട് വേണ്ട ഇവൻ പറയാൻ. സത്യം അറിയാതെ വേണ്ടാത്തത് പറയണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞതാടാ. കൊച്ചുകുട്ടിയാണെങ്കിലും അവൻ പറയുന്നതിലും സത്യമുണ്ടല്ലോ അമ്മേ. സത്യം എന്താന്ന് മനസ്സിലാക്കാതെ അനാവശ്യം പറയുന്നത് എന്തിനാ? ദൈവം ചിലപ്പോ അവന്റെ വീട്ടിലേക്ക് പോയതാണേലോ. കൊട്ടാരം വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ മോളെ? അതും ശരിയാച്ചാ. ദേവേട്ടൻ ഇങ്ങനെ മൂഡ് ഓഫ് ആകുന്ന സമയത്തൊക്കെ ഇന്ദുവമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോഴാ ഒന്ന് സമാധാനാവുക. വീട്ടിലേക്ക് തന്നെ ആയിരിക്കും പോയിരിക്കാം. നീ ഒന്ന് പോടി പെണ്ണേ. അങ്ങനെ വീട്ടിലേക്ക് പോയതാണെങ്കിൽ ഈ പിശാചിനെ എന്തിനാ കൂടെ കൂട്ടിയേ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ സംശയം തീരുമല്ലോ. അതൊന്നും വേണ്ടടാ. അതെന്താ വേണ്ടാത്തമ്മേ? ഫോണിങ്ങ് തിരിച്ചു വന്നേ. അവൻ അവിടെയെങ്കിലും ചെന്നിട്ടില്ലെങ്കിലോ? അവിടെ ചെന്നോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യം തീരുമാനിച്ച പോരെ? ഇനി എന്താടി സുലേഖ ആലോചിക്കാനുള്ളേ? അവൻ അവിടെ ഇല്ലെങ്കില് അവൻ എന്താ പറ്റിയെന്ന് അവര് നമ്മളോടല്ലേ ചോദിക്കുക. അപ്പൊ വൈദേഹി അവന്റെ കൂടെ പോയ കാര്യം അവരും അറിയില്ലേ? അവളോടുള്ള ഒടുക്കത്തെ വിശ്വാസം കാരണം നിങ്ങൾക്ക് അവളുടെ കാര്യത്തിൽ സംശയം തോന്നില്ല. രണ്ടുപേരെയും കൂടി കാണാതായ ഒളിച്ചോടി പോയതാണെന്നല്ലേ അവർക്കും തോന്നും. അപ്പൊ അവരോട് നീ എന്ത് ഉത്തരം പറയൂടി? ദേവേട്ടൻ അവിടെ തന്നെ ഉണ്ടെങ്കിലോ? വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ അച്ഛമ്മേ. അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലടി. നിന്നെ കൂട്ടാതെ വൈദേഹിയായിട്ട് എന്തിനാ അവിടേക്ക് പോണം? അത് കണ്ട അവിടെയുള്ളവരെന്ത് വിചാരിക്കും? മരുമോൾ എന്തെന്ന് ചോദിക്കില്ലേ? ഉടനെ തന്നെ നമ്മളെ വിളിക്കുകയും ചെയ്തേനെ. അവരവിടെ പോയിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാ. ഇക്കാര്യം അവരൊക്കെ അറിയുന്നതിന് മുമ്പ് രണ്ടെണ്ണം കൂടെ എങ്ങോട്ട് പോയിരിക്കാന്ന് കണ്ടുപിടിക്ക്. അതാ നല്ലത്. ചെന്ന് കണ്ടുപിടിക്ക. പോരാമാ. ശരിക്കും രണ്ടെണ്ണവും കൂടെ ചാടിപ്പോയതാണോ? ആണെങ്കിൽ അവരുടെ വീട്ടിലുള്ളവരിത് അറിയരുത്. അറിഞ്ഞാൽ അവര് തമ്മിലാ ഇഷ്ടപ്പെട്ടതെന്നും കല്യാണം കഴിച്ചതും അവളെയാണെന്നെങ്ങാനും അവരറിഞ്ഞാലോ? പിന്നെ വൈദേഹിയായിരിക്കും അവിടുത്തെ മരുമോള്. എങ്ങനെയെങ്കിലും ഇരുചെവി അറിയാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അല്ലെങ്കിൽ എല്ലാം കുളമാവും.
കാർ തന്നെയാ. അതെ അതെ. ദേവേട്ടാ, ദേവേട്ടാ, ചേട്ടാ കാറിനകത്ത് ആരുമില്ല, പക്ഷെ ഇതായിരുന്നു കാറ്. മോള് പേടിക്കാണ്ടിരിക്കേ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിത് ഈ കാട്ടിനകത്തേക്ക് പോയി കാണും. മോള് വാ. ചേട്ടാ എങ്ങോട്ടാ പോണ്ടേന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മളിപ്പോ എന്താ ചെയ്യാ? എനിക്ക് തോന്നുന്നത് അവരാ ഭാഗത്തേക്കായിരിക്കും പോയത്. വന്നേ. എനിക്കറിയാം അവര് ഈ ബിൽഡിങ്ങിലേക്കായിരിക്കും കൊണ്ടുവന്നിരിക്കാൻ സാധ്യത. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. വരൂ. ആരാ നിങ്ങളൊക്കെ? എന്ത് കാര്യത്തിനാ എന്നെ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നേ? ശരിക്കും നിങ്ങളൊക്കെ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടെന്നെങ്കിലും പറയടാ പന്നന്മാരെ. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ? ഇതിലെങ്ങും വഴി കാണുന്നില്ലല്ലോ. ആ വഴിക്കൊന്ന് പോയി നോക്കാം. ഒരു പക്ഷേ ഈ വഴി തന്നെയായിരിക്കും അവർ കൊണ്ടുപോയിരിക്കുക. മോളുവാ. ആ നിൽക്കുന്നവനാണോ?
ഏയ്, ദാ, ദാ, അവളെ തൊട്ട് പോരുത്. ഏയ്, ഈ വിട്. വിടടാ അവളെ. എന്നെ വിട്. വിടാൻ. അവളെ തൊട്ടാ നിങ്ങൾ വിവരം അറിയേ. വിട് എന്നെ. ആ, എടാ, വിടാൻ. ദാ, ധൈര്യോടെ ഇങ്ങനെ അഴിച്ചു വിടറാ. ഡാടാ അധികം വീരവാദം വേണ്ട. ഏയ് വാ തുറക്കരുത്. ഏയ് ബഹളം വയ്ക്കരുതെന്നാ പറഞ്ഞ. വാ തുറക്കരുത്. മര്യാദയ്ക്ക് ആ പെൺകൊച്ചിനെ വിട്ടേക്ക്, അല്ലെങ്കിൽ പന്നികളെ എല്ലാത്തിനും കൊന്നുകളെ ഞാൻ. നീ നിക്കുമോളെ. ആദ്യം ഈ റൗഡികളുടെ കാര്യം എന്താണെന്നൊന്ന് തീരുമാനിക്കട്ടെ, എന്നിട്ടാവാം അവന്റെ കെട്ടഴിക്കല്. എന്താടാ കിഡ്നാപ്പ് ചെയ്യുന്നു? അത്രക്കാണോ നീയൊക്കെ? എന്ത് ധൈര്യത്തിലാടാ കിഡ്നാപ്പ് ചെയ്തേ? കൊട്ടേഷൻ പാർട്ടിയാണോ നീയൊക്കെ? പറടാ. അവിടെ ഇരിക്കേ, ഇരിക്കാൻ. എന്താണ് നോക്കി പിടിപ്പിക്കുന്നത്? പന്നികളെ അവന്റെ ഒക്കെ ഒരു വഴിയെ പോകുന്നവരെ കിഡ്നാപ്പ് ചെയ്യും അല്ലേ? കിഡ്നാപ്പ് ചെയ്തതോ പോട്ടെ, അത് മറ്റാരും കാണാതെ ചെയ്യണമെന്നുള്ള കോമൺ സെൻസ് പോലും ഇല്ലാതായി പോലോടാ നിനക്കൊക്കെ. അതും പോട്ടെ, ഇനി ആരെങ്കിലും കണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അവര് വഴി കണ്ടുപിടിക്കാൻ പാടുണ്ടോടാ? പറഞ്ഞ മനസ്സിലാവില്ലടാ നിനക്കൊക്കെ, ബുദ്ധിയില്ലാത്ത കഴുതകളെ. വരുന്ന വഴി മറ്റുള്ളവർ കാണുന്ന രീതിയിൽ കാറ് വഴി കിട്ടിട്ട് പോന്നേക്കുന്നു. ഈ പെണ്ണ് ആ കാറ് കണ്ടതുകൊണ്ടല്ലേ ഇവിടെ എത്തിപ്പെട്ടത്. ഒരു പണി ഏൽപ്പിച്ച് അത് മര്യാദക്ക് ചെയ്യാൻ അറിയില്ല അല്ലടാ. നിന്നെയൊക്കെ വെറുതെ വിടണം അല്ലടാ. ഒരു പണി ഏൽപ്പിച്ചാൽ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കണം. ഇതൊരു പാഠമായിരിക്കണം നിനക്കൊക്കെ. തെറ്റുപറ്റിപ്പോയണ്ണ. നിന്നെയൊക്കെ തല്ലി കൊല്ലണ്ടടാ. നീ പേടിക്കൊന്നും വേണ്ട മോളെ. വരുന്ന വഴി നീ എന്നെ കണ്ടതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. മറ്റാരോടെങ്കിലോ ചോദിച്ചിരുന്നെങ്കിലോ, അവരെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ എന്റെ കിഡ്നാപ്പ് പ്ലാനിങ് തവിട് പൊടിയാവില്ലായിരുന്നോ? ബുദ്ധിയില്ലാത്ത കഴുതകള്. ചതിയനാണ് നിങ്ങള്. സഹായിക്കാൻ വിളിച്ചപ്പോ കൂടെ വന്ന് രക്ഷിക്കാന്ന് വാക്ക് തന്നിട്ട് ഒടുവിൽ കിഡ്നാപ്പ് ചെയ്തത് നിങ്ങൾ തന്നെയായിരുന്നോ? സോറി, ഇത് കിഡ്നാപ്പ് അല്ല മോളെ.
എന്നേക്കുമായി മുകളിലേക്ക് പറഞ്ഞയക്കാൻ ഒരാൾ കോൺട്രാക്ട് തന്നിട്ടുണ്ട്. എന്താ നിങ്ങൾ പറയുന്നത്? ദേവേട്ടനെ കൊല്ലാൻ പോവാണെന്നോ? അതിന് ദേവേട്ടൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? ദേവേട്ടൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? എന്താണോ നോക്കിയിരിക്കുന്നത്? എന്നെ വിട്, വിട് എന്നെ. ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. പ്ലീസ് ചേട്ടാ, എന്റെ ദേവേട്ടനൊന്നും ചെയ്യരുത്. ചെവി അറിയാതെ നടക്കേണ്ട കാര്യമായിരുന്നു. അപ്പതേ ഇടയ്ക്ക് ഇവള് കാല് പിടിക്കാൻ വന്നേക്കുന്നു. ദേവേട്ടനെ വിട്ടേക്ക്, ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. ദേവേട്ടനെ വിട്ടേക്ക് പ്ലീസ്. എന്റെ ദേവേട്ടനൊന്നും ചെയ്യരുത് പ്ലീസ്. ചേട്ടാന്ന് മനസ്സറിഞ്ഞ് പിടിച്ചതല്ല, ഒരു സഹോദരിക്ക് ചെയ്യുന്ന സഹായം എന്ന് കരുതിയാ മതി. പ്ലീസ് ചേട്ടാ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ദേവേട്ടനെ വിട്ടേക്ക്, എന്റെ ദേവേട്ടനെ വിട്ടേക്ക്. നീ ഇങ്ങനെ ഇവിടെ ആരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. വിട്, എന്നെ വിടാൻ. അയ്യോ വേണ്ട, എന്റെ ദേവേട്ടനൊന്നും ചെയ്യരുത്. അയ്യോ വേണ്ട, ദേവേട്ടനെ ഒന്നും ചെയ്യല്ലേ. എന്റെ ദേവേട്ടനെ ഒന്നും ചെയ്യല്ലേ. എന്റെ ദേവേട്ടനെ വെറുതെ വിട്ടേക്ക്. എന്റെ ദേവേട്ടനൊരു പാവം. എന്റെ ദേവേട്ടനെ വെറുതെ വിട്ടേക്ക്. നീ എന്തിനാ വൈദേഹി ഇങ്ങനെ കരയുന്നു? എന്റെ ജീവൻ നിലനിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീ മാത്രമാണ് വൈദേഹി. നിന്റെ മനസ്സ് മുഴുവൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഒരൊറ്റ വാക്ക് നീ പറഞ്ഞാ മതി. അതൊന്ന് കേട്ട പിന്നെ ഇതൊക്കെ എനിക്ക് പുല്ലാണ്. പ്ലീസ് ഏട്ടാ, ദേവേട്ടനൊന്നും ചെയ്യല്ലേ. ദേവേട്ടനെ വെറുതെ വിട്ടേക്ക്. അയ്യോ പ്ലീസ് ഏട്ടാ, ദേവേട്ടനെ വെറുതെ വിട്ടേക്ക്. പ്ലീസ് ഏട്ടാ. വിട്ടേക്ക്, എന്നെ വിട്. മരണത്തിന്റെ വായിലോട്ട് കയറി നിൽക്കുമ്പോഴാ അവൻ അവളുടെ കാല് പിടിക്കുന്നത്. ഹലോ, അതെ, എന്തായി? കാര്യങ്ങൾ കഴിഞ്ഞോ? ആദ്യം അക്കൗണ്ടിൽ പണം വീഴട്ടെ, അപ്പൊ ഇവിടെ തല വീണോളും. കാശൊക്കെ തരാന്നേ. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യ്. ആദ്യം അവന്റെ കഥ കഴിയട്ടെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവനെ തപ്പി ഒരു പെണ്ണിങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇവർക്കിടയിൽ എന്തോ ഒരു വലിയ കഥയുണ്ടല്ലോ. ശരിക്കും ഈ പെണ്ണാരാ? ഇവരുടെ കഥ എന്താ? ഹലോ ഹലോ,
കട്ട് ചെയ്ത് കളഞ്ഞു. ഒന്നോന്നറിയാൻ തിടുക്കമായി. ഇവിടുന്ന് പറയുന്നത് കേൾക്കില്ല. ഇത്രയും നാളും മനസ്സിലൊരു വിഷമായിരുന്നു. ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടിയ പോലെ. ഇനി ദേവന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. അവന്റെ കൂടെ എന്നും ഇനി നീ ഉണ്ടാവുമല്ലോ. അവനെ നോക്കിക്കോണേ. പൊന്നുപോലെ നോക്കിക്കോളാം വല്യച്ച. നാളെ അവന്റെ ഫോട്ടോയ്ക്ക് പൂമാലയൊക്കെ ചാർത്തി ദിവസവും വിളക്ക് കത്തിച്ചു വെച്ചേക്കാം. നിന്റെ തോന്നിവാസം പുറത്തറിയിച്ച് നിന്നെ ഇതിനകത്ത് പിടിച്ചിടേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കെന്താ ലാഭം? ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, നിനക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാകത്തില്ല. നിന്റെ സ്വർണം മാത്രമല്ല, നിന്നെയും ഞാൻ അനുഭവിക്കും. നോക്കിയിരുന്നു. എവിടെ സർ, ഇയാളേതാ? ഇന്നലെ ഒരു പെണ്ണിന്റെ അടുത്ത് വിളച്ചിലെടുത്തിട്ട് പിടിച്ചകത്തിട്ടതാ. ആ പെണ്ണ് വല്ല പരാതി എഴുതി തന്നിട്ടുണ്ടോ? ഇല്ല സർ. പരാതിയില്ലാതെ എങ്ങനെയാ ഒരാളെ സെല്ലിനകത്ത് അടച്ചിട്ടത്? നാളെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ പരാതി ഇല്ലാതെ എങ്ങനെയാ? രാത്രി ആയിരുന്നത് കൊണ്ടാ സാറേ ആ പെൺകുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാതിരുന്നത്. എന്ന് വെച്ച് നേരം വെളുത്തുമ്പോഴെങ്കിലും വിളിച്ചൂടായിരുന്നോ? ഇന്നത്തെ കാലത്ത് ഈ പെൺപിള്ളേരെ വിശ്വസിക്കാൻ പറ്റാത്തതാ. പാതിരാത്രി നട റോഡിൽ ഇറങ്ങിയിട്ട് വരുന്നവരോടും പോകുന്നവരോടും പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയും കൊണ്ട് കുറേ എണ്ണം. സാർ പറയുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. പെൺകുട്ടികളെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എല്ലാവരെയും അടച്ച് ആക്ഷേപിച്ചതല്ല, അങ്ങനെയും ചിലരൊക്കെ ഉണ്ട്. എന്നോടൊരു പെണ്ണ് അങ്ങനെ പ്രവർത്തിച്ചതാ. എനിക്ക് നല്ലോണം കാണുന്നുണ്ട്. തൊണ്ട കണ്ടാണോ തലയെ കയറി പോയെ? റോഡിലെ മനുഷ്യർക്ക് നടന്നു പോകാൻ പാടില്ലെന്നാ? സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ? എന്നാ വണ്ടി കയറ്റി കൊല്ല്. താൻ ആരായാലും എനിക്കെന്താ കാര്യം? വണ്ടി ഇടിച്ചെന്റെ ജീവൻ എങ്ങനെ പോയിരുന്നെങ്കിൽ അത് തിരിച്ചു തരാൻ തന്നെ കൊണ്ട് പറ്റുമോ? അതാണ് ഇന്നത്തെ പെൺകുട്ടികൾ. അതൊക്കെ ഇവിടെ കേട്ടെ. ആ പെൺകുട്ടിയുടെ കാര്യം ഇവിടെ ഇപ്പൊ എന്തിനാ? ഈ പെൺകുട്ടിയെ വിളിച്ച് ഇവിടെ ഒരു പരാതി വാങ്ങിക്കേ. ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് പിന്നെ നോക്കാം. പ്ലീസ് ഏട്ടാ, ദേവേട്ടനെ ഒന്നും ചെയ്യല്ലേ. ദേവേട്ടനെ വെറുതെ വിട്ടേക്ക്.